കുടുംബ ജീവിത ചിന്തകൾ ചേർത്ത് വെച്ച് കടന്നു പോകുന്ന ദിവസങ്ങളാണല്ലോ ഇത്. നമ്മൾ കണ്ടു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദാമ്പത്യത്തെക്കുറിച്ച്, സാമീപ്യം കൊടുക്കുന്ന ദാമ്പത്യത്തെക്കുറിച്ച്. മറ്റൊന്നാണ് സംതൃപ്തി കൊടുക്കുന്ന ദാമ്പത്യം. കുടുംബത്തിൽ സംതൃപ്തി വേണം. എന്താ സംതൃപ്തി? സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഓരോ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അന്ന് ഉണ്ടായ ചെറുതും വലുതുമായ കാര്യം ഭർത്താവിനോട് ഭാര്യ പറയണം, ഭാര്യയോട് ഭർത്താവ് പറയണം. ഇതാണ് സംതൃപ്തി. ഒരു കാര്യം ഇപ്പം പറയുന്നില്ല, പിന്നെ പറയാം എന്ന് മനസ്സിൽ വെച്ചോ, കുറച്ച് കഴിയുമ്പോൾ മനസ്സ് അകലും. അങ്ങനെ ഒരുണ്ടാകുന്ന വലിയൊരു അപകടം, നിസ്സാരപ്പെട്ട കാര്യത്തിന് ജീവിത പങ്കാളി ചൂടാവും. എന്തിനാണ് ഇത്രയും കൊച്ചു കാര്യത്തിന് ചൂടാകുന്നത്? കൊച്ചു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട്. ഒരെണ്ണം വന്നപ്പോൾ എല്ലാം കൂടെ അങ്ങ് തെറിച്ചു പൊട്ടി. ഭർത്താവ് വെറുതെ അങ്ങ് അരിശപ്പെടുന്നു. എന്തിനാ കാരണമില്ലാതെ അരിശം ചിന്തിക്കുക? ഒത്തിരി മുറിവും നൊമ്പരും മനസ്സിൽ കിടപ്പുണ്ട്. ഒരവസരം വന്നപ്പോൾ അഗ്നി പർവ്വതം പൊട്ടുന്ന പോലെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നതാണ്. അപ്പം നമുക്ക് സംതൃപ്തി ഉള്ള ഒരു ജീവിതം ഉണ്ടാകണം. സംതൃപ്തിയുടെ ജീവിതം ഉണ്ടാകണോ? പ്രോത്സാഹന വാക്കുകൾ തമ്മിൽ പറയാൻ പഠിക്കണം. ഭർത്താവ് ഒരു കാര്യം ചെയ്താൽ നല്ല കാര്യമാണോ ഭാര്യ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ 35 വർഷം കഴിഞ്ഞായിരിക്കും വിവാഹം കഴിഞ്ഞ് ഒരു കാര്യം നടക്കുന്നത്. ആ നല്ല കാര്യത്തെ പ്രോത്സാഹിപ്പിക്കണം. ഭാര്യ ഒരു നല്ല കറി വെച്ചാൽ, മുറികവും വൃത്തിയാക്കിയാൽ, തുണി അരക്കി വെച്ചാൽ, ചിട്ടയും ക്രമവും കാണിച്ചാൽ ഭർത്താവ് ഒരു നല്ല വാക്ക് പറയണം. അങ്ങനെ പറയുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. അവിടെയാണ് സംതൃപ്തി ഉണ്ടാവുക. അതേസമയം എന്ത് ചെയ്താലും ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ എവിടെ സംതൃപ്തി? ഒരു ഭർത്താവും ഭാര്യയും കൂടി അച്ഛന് എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്നു. രണ്ടുപേരുടെ മുഖം വല്ലാതെ വീർത്തിരിക്കുന്നു. അപ്പം ഞാൻ വർത്തമാനം പറഞ്ഞ മനസ്സിലായി കുഴപ്പം ഭർത്താവിൻ്റേതാണ്. ഒരിക്കലും ഒരു നല്ല വാക്ക് ഭാര്യയോട് പറയല്ല. ഭാര്യയ്ക്കാണല്ലോ നല്ല വാക്ക് കേൾക്കാൻ വല്ലാതെ ആഗ്രഹവും ഉള്ളവളാണ്. ഞാൻ പറഞ്ഞു, ദേ ഭാര്യ നല്ല ചക്കുക്കുരു മാങ്ങ കറി വെച്ച് ഒലത്തി തരുമ്പോൾ കൊള്ളാവല മോളേന്ന് ഒരു നല്ല വാക്ക് പറയണം. തുണി അലക്കി വൃത്തിയാക്കി ഇടുമ്പോൾ നല്ല വാക്ക് പറയണം. പെരയ്ക്കകം വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോൾ നല്ല വാക്ക് പറയണം. ഭർത്താവ് പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ അവളും പിള്ളേരുടെ തിന്നുന്നില്ലേ, ഞാൻ തന്നെ നല്ലത് പറയണം. ഞാൻ പറഞ്ഞു, പറയണം. മുരിങ്ങക്കായും ചെമ്മീനും കൂടെ കറി വെച്ചാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അവാർഡ് ഭാര്യയ്ക്ക് കിട്ടിയാൽ ഭർത്താവിന് നല്ല വാക്കേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണം. നമ്മൾ വിദേശത്തൊക്കെ കാണാം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞു, വിദേശ രാജ്യങ്ങളിലൊക്കെ കാണാം, ഭർത്താവ് ഒരു നല്ല ചുരിദാർ മേടിച്ചു കൊടുത്താൽ താങ്ക് യു മാൻ, നല്ല മാച്ചിങ് ആണല്ലോ, സംതൃപ്തിയോടെ പ്രതികരിക്കുന്ന ഭാര്യ ഒരു നല്ല മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്താൽ താങ്ക് യു ഹണി, നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് പറയുന്ന ഭർത്താവ്. ഈ അനുമോദനങ്ങൾ, പ്രോത്സാഹനങ്ങൾ, പ്രശംസാ വാക്കുകൾ പിശുക്കില്ലാതെ ഉപയോഗിക്കുക. ആ കുടുംബത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാവും. ഭർത്താവിൻ്റെ മുഖത്തൊരു വെട്ടമുണ്ടാവും, ഭാര്യയുടെ മുഖത്തും ഒരു വെളിച്ചമുണ്ടാവും. സംതൃപ്തി നൽകുന്ന വെട്ടം, വെളിച്ചം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാം, കുറവുകളെ പരിഹരിക്കാം. സംതൃപ്തിയുള്ള ദമ്പതികളായി ജീവിച്ച് ലോകത്തിന് മാർഗ്ഗദീപമായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റാം. നന്ദി, നമസ്കാരം.